ഗസാലി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, അസൂയ നമ്മളിലേക്ക് വന്നാൽ ഖൽബിന്റെ പ്രകാശം അങ്ങ് നഷ്ടപ്പെടും. ഒരാളുടെ ഖൈർ നമ്മൾ കാണൂല, ഖൽബിന്റെ പ്രകാശം കെട്ടുപോകും. പിശാചിന്റെ എല്ലാ ചതിയെയും തിരുത്തണമെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ ഖൽബിൽ വേണം. ആ ഖൽബിലുള്ള ലൈറ്റ് നഷ്ടപ്പെടും അസൂയ വന്നാൽ. ആരോട് നമുക്ക് അസൂയ പറ്റൂല, ആരും. അസൂയ എന്ന് പറയുന്ന രോഗം മൂർച്ഛിച്ചാൽ ഈമാനില്ലാതെ മരണത്തിലേക്ക് എത്തുമെന്നാണ് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആർക്ക് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ, സന്തോഷം, വളരട്ടെ, സന്തോഷം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്തിയിട്ട് എങ്ങനെയെങ്കിലും തളർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. എന്തിനും നമ്മൾ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഉസ്താദ് നല്ല ഭക്ഷണം, ആരാ പാചകം ചെയ്ത്? വൈഫ് തന്നെ. എന്നാൽ പിന്നെ ഇത് വൈഫിനോട് പോയിട്ട് പറയണം എന്നാ ഗസാലി ഇമാം പറയണത്. നിനക്ക് ഖൽബിൽ അസൂയ ഇല്ലെങ്കിൽ പോയി പറയണം. അത് പറഞ്ഞാൽ ശരിയാവില്ല ഉസ്താദ്. എന്ന് വെച്ചാൽ പിന്നെ കേൾക്കാൻ കഴിയില്ല, 2-3 ദിവസം നടക്കൂല. പറയണം, പോയിട്ട് പറയണം, ശരിക്കും പറയാ വേണ്ടത്. നമ്മളെ വർത്തമാനം സോഫ്റ്റ്നെസ് ഉണ്ട്, അസൂയ ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും ജീവിക്കാൻ. ഈ ഭർത്താവിനൊക്കെ